സർ, കേരളത്തിലെ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടത് ഒരു അനിയത്തിയും ഒരു ഏട്ടനും രണ്ടുപേര്, ഒരാൾ വടക്കുന്നാഥൻ്റെ മുമ്പിൽ നിന്ന് തൃശ്ശൂർ മത്സരിക്കുന്നു, മറ്റൊരാൾ പത്മനാഭൻ്റെ മുമ്പിൽ നിന്ന് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു. സാറിന് മനസ്സിലാക്കണമല്ലോ, കെ മുരളീധരൻ എന്ന കോൺഗ്രസിൻ്റെ അധികായൻ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനിയായിട്ട് നിന്ന തൃശ്ശൂരിൽ 2 തവണ മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇന്നിപ്പോൾ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇവർ രണ്ടുപേരും ജയിക്കുകയാണെങ്കിൽ ആ അസംബ്ലി ഒരു കൗതുകമുള്ള അസംബ്ലി ആയിരിക്കും. ഒരാൾ പ്രതിപക്ഷത്തും ഒരാൾ ഭരണപക്ഷത്തും നിൽക്കുന്നു. ഒരാൾ പക്ഷേ ചിലപ്പം ട്രഷറി ബെഞ്ചിലായിരിക്കും, മറ്റേയാൾ പ്രതിപക്ഷത്തെ മുൻനിരയിൽ തന്നെ ആയിരിക്കും. കാരണം BJPക്ക് ഒരു സീറ്റ് കൊടുക്കുമ്പം അതിലെ ഫ്രണ്ടിൽ വരേണ്ട ആൾക്കാരിൽ ഒരാളായിട്ട് ചിലപ്പം പത്മജ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പോര് കാണാൻ ഒരു രസമാണ്. പക്ഷേ ഇവരിൽ ഒരാൾ വന്നാൽ എന്താകും എന്നുള്ളത് അത് വേറൊരു കാര്യം. അത് രാഷ്ട്രീയത്തിലെ പിന്നെ മാറ്റങ്ങളിൽ എന്തൊക്കെ വരുത്തും എന്നുള്ളതാണ്. കെ മുരളീധരന് പരാജയം വന്നാൽ എന്തായിരിക്കും സാർ അവസ്ഥ? അതേസമയം പത്മജയ്ക്കാണ് പരാജയം വരുന്നതെങ്കിൽ അതും വേറൊരു വിധത്തിൽ പ്രതിസന്ധിയായിട്ട് വരില്ലേ? പിന്നെ രണ്ടുപേരും തോറ്റാലത്തെ ഗതികേട് അതിനേക്കാൾ വലുതാണ്. ഇവരിൽ ആര് താമരയുടെ അടുത്തേക്ക് പോകും, കൈപ്പത്തിയുടെ അടുത്തേക്ക് പോകും എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടവും വന്നുകൂടായികയില്ല. കാരണം രാഷ്ട്രീയത്തിൽ നിലനിൽപ്പ് വളരെ പ്രശ്നമാണല്ലോ സാർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ UDF കണ്ടുപിടിച്ച ആൾ കെ കരുണാകരനാണ്. കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ മകനെയും മകളെയും ഒരിടത്ത് കൊണ്ട് എത്തിച്ചിട്ട് അന്ത്യവിശ്രമം കൊള്ളണമെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പീരീഡിൽ അത് രണ്ടും നടന്നില്ല എന്നുള്ളതാണ്. മകനും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന കണ്ടിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത്, മകളും അതിനേക്കാൾ പ്രതിസന്ധി നിൽക്കുന്ന കണ്ടിട്ടാണ് കണ്ണടച്ചത്. പക്ഷേ അതിനുശേഷം രണ്ടുപേർക്കും രണ്ട് വഴി തിരിഞ്ഞിപ്പോൾ നല്ലൊരു ഭാവി ഉണ്ടാകുന്ന വിധത്തിൽ വന്നിട്ടുണ്ട്. മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചാലും പത്മജ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചാലും അതിഗംഭീരമായൊരു ഭാവിയുണ്ട്. മറിച്ചായാൽ എന്ത്? ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് സാറിൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സാറ് ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന വിഷയം ഒരുപാട് മാനങ്ങളുള്ള വിഷയമാണ്. നമ്മുടെ പ്രഥമ ദൃഷ്ടിയെ കേൾക്കുമ്പോഴേ ഒരു ആംഗ്ലയും പെങ്ങളും മത്സരിക്കുന്നു, അത്ര വലിയ കാര്യം എന്നുള്ളതാണ്. പക്ഷേ വെറും സഹോദരൻ സഹോദരിയും അല്ലിത്. UDFൻ്റെ സ്ഥാപകനായ കരുണാകരൻ്റെ മക്കളാണ്, കൊച്ചു കാര്യമല്ല. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീപത്മനാഭൻ്റെ മണ്ണിലാണ് നമ്മുടെ മുരളീധരൻ നിൽക്കുന്നത്, വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് പത്മജ നിൽക്കുന്നത്. ഈ ശ്രീപത്മനാഭൻ്റെ പ്രത്യേകത സാറിന് അറിയാമല്ലോ, ഈ തിരുവനന്തപുരത്തെ കാലുവാരൽ കൊണ്ടാണ് പത്മനാഭൻ കിടക്കുന്നത്. കാരണം നേരെ നിന്ന കാലുവാര്, അത് പത്മനാഭൻ നന്നായിട്ടറിയാം. ഒരുപാട് പേരുടെ കാലുവാരിയിട്ടുള്ള മണ്ണാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം പൊളിറ്റിക്സ് അൺപ്രഡിക്റ്റബിളാണ്. അതാണ് തിരുവനന്തപുരം പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത. വടക്കുന്നാഥൻ അങ്ങനെയല്ല. വടക്കുന്നാഥൻ നിൽക്കുകയാണ്, ക്ഷിപ്ര കോവിയാണ്, ക്ഷിപ്ര പ്രസാദിയുമാണ്. ഇതാണ്. പിന്നെ അദ്ദേഹത്തിന് വെഞ്ചാമരവും കുടമാറ്റവും പിന്നെ വെടിക്കെട്ടും ഒക്കെ വളരെ ഇഷ്ടവുമാണ്. അപ്പോൾ ശ്രീപത്മനാഭൻ ഇഷ്ടം മുറജപമാണ്. അവിടെ തിരിച്ചാണ്. അപ്പോൾ എന്തായാലും ശരി, ഇവിടുത്തെ ഒരു സ്ഥിതി എനിക്ക് തോന്നുന്നത് സാറ് ചോദിച്ച പോലെ തന്നെ മുരളീധരൻ ജയിക്കുകയും പത്മജ തോക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കുക. പത്മജയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പത്മജയുടെ രാഷ്ട്രീയ ഭാവിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കത്തില്ല. കാരണം പത്മജയെ BJP സ്പോൺസർ ചെയ്ത് കഴിഞ്ഞു. പത്മജ അവർ മുന്നേ നിർത്തുക തന്നെ ചെയ്യും, ഒരു കുഴപ്പം വരികയില്ല. അപ്പം ചിലപ്പോൾ വല്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ ചില പദവികളും കൊടുത്ത് നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയും അവർ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരില്ലേ സാർ? തീർച്ചയായിട്ടും 2029 എന്തായാലും വീണ്ടും ഇലക്ഷൻ വരുമല്ലോ. അപ്പോഴേ പത്മജയ്ക്ക് വീണ്ടും തൃശ്ശൂർ പാർലമെന്റിൽ തന്നെ അല്ലെങ്കിൽ പാർലമെന്റിലോ നിയമസഭയിലോ മത്സരിക്കാൻ പത്മജയ്ക്ക് ഒരു അവസരം കിട്ടും. പത്മജയുടെ രാഷ്ട്രീയ ഭാവിയെ ഈ ബാധിക്കത്തില്ല. വിജയം അത് അവരുടെ മോദിയുടെ ഒരു പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പം പത്മജയ്ക്ക് ചിലപ്പോൾ അതും പ്രതീക്ഷിക്കാം. തൽക്കാലത്തേക്കായി ഒരു പാരിതോഷികം ഇരിക്കട്ടെ. ഇപ്പൊ കൃഷ്ണകുമാറിന് NFDCയുടെ ഡയറക്ടർ ആക്കിയിട്ടും രണ്ടും ഉണ്ട് സാർ. ഡയറക്ടറും ഉണ്ട്, വൈസ് ചെയർമാൻ ടെമ്പററി. അപ്പോൾ എന്തായാലും കൃഷ്ണകുമാർ ഇവിടെ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തെ ഇവിടെ ഒഴിവാക്കപ്പെട്ടു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൃഷ്ണകുമാറിന് ഒരുപാട് അവഗണനയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആളാണ്. പക്ഷേ അത് മോദി അറിഞ്ഞ് പരിഹരിച്ചു. അതുപോലെ പത്മജയുടെ കണ്ണീര് എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് പരിഹരിക്കാൻ മോദി ഉണ്ടാവും. പക്ഷേ അതുപോലൊരു പേറ്റൺ മുരളിക്ക് കോൺഗ്രസിൽ കിട്ടില്ല. മുരളി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മുരളിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അപ്രസക്തനായി കഴിഞ്ഞു. അത് പരാജയത്തിൻ്റെ അനുസരിച്ച് ചോദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം പിന്നെ തീർച്ചയായിട്ടും പത്മജയ്ക്ക് സഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
അവർക്ക് ആ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു പരാജയം അത്ര മാത്രമേ ഉള്ളൂ. മുരളീധരൻ്റെ പരാജയം മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവയെ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വിരാമം ഇടും. പിന്നെ ഇനി അദ്ദേഹത്തിന് ഒരു ഫൈറ്റിന് സ്പേസ് ഇല്ല, കോൺഗ്രസിനകത്ത് സ്പേസ് ഇല്ല. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരുടെയും പേര് പറയുമ്പോൾ മുരളീധരൻ്റെ പേര് പോലും ആരും പറയുന്നില്ലല്ലോ. മുരളീധരനേക്കാൾ ജൂനിയർ അല്ലേ? മുഖ്യമന്ത്രി ഇല്ല എന്നുള്ളത് കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വട്ടിയൂർക്കാവ് വന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു, നിങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടും. അതിനപ്പുറം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഒരു മന്ത്രിയെ കിട്ടും. അത് ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇനി തലസ്ഥാന ജില്ലാ വികസനം എന്ന് പറഞ്ഞൊരു പുതിയ വകുപ്പുണ്ടാക്കി ജയിച്ചാൽ മുരളീധരന് കൊടുക്കുമെന്നറിയില്ല. ഉണ്ടല്ലോ സാറേ. പിന്നെ സ്പോർട്സ് ഉണ്ട്, സ്പോർട്സ്, പിന്നെ കായിക രംഗമുണ്ട്, പിന്നെ വേറെ ഒരുപാട് കൊച്ചു കൊച്ചു വകുപ്പുകളുണ്ടല്ലോ. അല്ലെങ്കിൽ കോർപ്പറേഷനില്ലേ, വാഴപ്പള്ളി കോർപ്പറേഷൻ, തൊട്ടാവാടി കോർപ്പറേഷൻ, എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ പ്രശ്നം അതല്ല. മുരളീധരൻ്റെ രാഷ്ട്രീയ പ്രസക്തി യഥാർത്ഥം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗത്തോടെ. അല്ല, നിങ്ങളൊരു മുഖ്യമന്ത്രിയെ ജയിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞില്ല. മുരളീധരൻ KPCC പ്രസിഡന്റായിട്ടിരുന്ന ആളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അപക്വമായ തീരുമാനങ്ങൾ അനവസരത്തിലെടുത്തുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ ആളാണ്. അപ്പം മുരളീധരൻ എം പി. അപ്പം മുരളീധരനെ ഈ പരാജയം താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സാറ് ചോദിച്ചതിൻ്റെ മറ്റൊരു കാര്യം, സാർ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, രണ്ടുപേരും പരാജയപ്പെട്ടാൽ മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതം അവിടെ അവസാനിക്കും. പത്മജയുടെ രാഷ്ട്രീയ ജീവിതം ഒരു പരുക്കുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ സാർ, ഞാൻ വേറൊന്നും കൂടെ കാണും സാർ. മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാൻ പാടില്ല. കാരണം മുരളീധരൻ, ഞാൻ അതുകൊണ്ടാണ് വടക്കുന്നാഥനെയും പത്മനാഭനെയും പറഞ്ഞത്. ഈ രണ്ട് മണ്ണിൽ ഇവരെ നിർത്താൻ കാരണം എന്തെന്നറിയാമോ? രണ്ടുപേരും ഹിന്ദുക്കളുടെ പ്രിയങ്കരാണെന്നുള്ളത് കൊണ്ടാണ് UDF പത്മനാഭൻ്റെ മണ്ണിൽ വട്ടിയൂർക്കാവിൽ മുരളീധരനെ ഫൈറ്റ് ചെയ്യാൻ വിട്ടതും പത്മജയെ തൃശ്ശൂർ വിട്ടതും. ഈ രണ്ട് ശക്തികൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ച് ചേർന്നാലുണ്ടല്ലോ, ഏട്ടനും അനിയത്തിയും ഒന്നിച്ച് വന്നാൽ ഒരു പക്ഷേ BJP കുറച്ചുകൂടെ ഭാവി കിട്ടും. BJPയിൽ മുരളീധരൻ വന്നുകൂടായിക ഇല്ല. കാരണം രാഷ്ട്രീയ ഭാവി അടഞ്ഞാൽ മുരളീധരൻ എന്തും ചെയ്യും. നമുക്കറിയാമല്ലോ, ഡിക്കുണ്ടാക്കി, ഡിക്കിൽ നിന്ന് ചാടി NCP പോയി, NCPയോട് ഇതിനകത്ത് ലയിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു വന്നു. അദ്ദേഹം രാഷ്ട്രീയ മെയ്വഴക്കങ്ങൾ പലതും കാണിച്ചിട്ടുള്ളതാണ്. ഇനിയും അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ മെയ്വഴക്കത്തിന് സമയമുണ്ട്. ഒരുപക്ഷെ അന്ന് അദ്ദേഹം വരാതിരുന്നത് അദ്ദേഹം റൈറ്റ് ടൈം അല്ലായിരുന്നു. BJPക്ക് അത്ര ശോഭനമായൊരു ഭാവി ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ BJPയുടെ ഗ്രൗണ്ട് വളരെ വിപുലമായിരിക്കുന്നു. അത് ഇത്തവണത്തെ ഇലക്ഷനോടുകൂടി നമുക്ക് ബോധ്യമാവും. പല മണ്ഡലങ്ങളിലും അവർക്ക് അപ്രമാദിത്വം വരുന്ന, ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണമെന്ന് നിശ്ചയിക്കാനും ചില സ്ഥലങ്ങളിൽ മിടുക്കന്മാർ നിന്നാൽ ജയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വോട്ടുകൾ നേടാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് വരും. നാളെ വട്ടിയൂർക്കാവിൽ നിർത്തി പോലും മുരളീധരനെ ജയിപ്പിക്കാൻ BJP ആണെങ്കിൽ ഈസി ആയിട്ട് കഴിയും. ഇത്രയൊന്നും മുരളീധരൻ കിടന്ന് വേർക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല, അരമനെ കയറി തുഴയേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വട്ടിയൂർക്കാവിൽ മുരളീധരൻ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ പാട്ടും പാടി ജയിക്കും സാർ, എനിക്ക് ഉറപ്പുണ്ട്. സാർ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നറിയാം. ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുരളീധരനെ കുമ്മനത്തിനെ തോൽപ്പിക്കാനായിട്ട് നേമത്ത് പോയതോടുകൂടി ഈ ഒരു എലീറ്റ് ഹിന്ദുസ് ഉണ്ടല്ലോ, ചിന്തിക്കുന്ന ഹിന്ദുക്കൾ, മുരളീധരനെ അവജ്ഞയോടെ കാണാൻ തുടങ്ങി. ഇയാൾ ജയിക്കാനല്ല, ഒരാളെ തോൽപ്പിക്കാൻ പോകും. ആ പിക്ചറുണ്ട്. അല്ലാതെ പറഞ്ഞു സുരേഷ് ഗോപി അടുത്ത് പോയ, അപ്പം ഒരു കൂലിത്തല്ലുകാരനെ പോലെ പാർട്ടി പറയുന്നിടത്ത് പോയി ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ, നേതാക്കന്മാരെ തോൽപ്പിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത, ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരാളായിട്ട് മുരളീധരൻ്റെ ലെവൽ താഴെ പോയിട്ടുണ്ട്. സാർ, അത് പലരുമായിട്ട് സംസാരിക്കും. അത് തീർച്ചയായിട്ടും ഉണ്ട് സാർ. പക്ഷേ എന്നാലും ഒരു മാപ്പിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ സാർ, ഒരു വലിയ മാപ്പ്. ആ മാപ്പിൽ നിർത്തിക്കൂടെ ഇതൊക്കെ? കാരണം എന്ന് വെച്ചാൽ മുരളീധരൻ ഒരു ഹിന്ദു ലീഡർ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു BJPയിൽ അദ്ദേഹത്തിൻ്റെ ഭാവി വളരെ വലുതാണ് സാർ. അത് നമ്മൾ കാണാതെ പോകരുത്. കാരണം BJPയിൽ വന്നാൽ അദ്ദേഹത്തിന് ഇവിടെ ആരും പെട്ടെന്നൊന്നും വെട്ടാനോ വരില്ല. കാരണം അദ്ദേഹം തലയെടുപ്പുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോലും നിന്ന് തലയെടുപ്പ് കാണിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJPയിൽ വന്നാൽ എന്താണ് കുഴപ്പം സാർ? അത് സാധ്യത കുറച്ചുകൂടെ BJPക്ക് നല്ലതല്ലേ വരുത്തുക. പിന്നെ BJPയിലെ ഇപ്പോഴത്തെ ചില ചിങ്കിടി മുണ്ടൻ നേതാക്കൾക്ക് അത് പിടിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ വലുതാരും വരരുത്, എന്നെക്കാൾ ചെറുത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ കേരളത്തിൽ മുരളീധരൻ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംസാരിക്കാനറിയാം, പ്രവർത്തിക്കാനറിയാം, സംഘടന കൊണ്ടുപോകാനറിയാം. നമ്മൾ KPC പ്രസിഡൻ്റായി നമ്മൾ കണ്ടില്ലേ സാറേ, ചത്തുപോയ ഏതെങ്കിലും ഒരു KPC പ്രസിഡന്റ് നമ്മുടെയൊക്കെ അറിവിൽ ഇതുപോലെ ശക്തമായി നിന്നിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ശക്തനായ KPC പ്രസിഡൻ്റായിരുന്നു. അതുപോലെ BJPയിൽ ഒരു നേതാവ് ഇന്ന് ആവശ്യമില്ല സാറേ. എന്നും ഈ രാജീവ് ചന്ദ്രശേഖർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതൊരു
ടെമ്പററി പോസ്റ്റിംഗ് ആണ്, നമുക്കതറിയാം. അദ്ദേഹം ഒരു നല്ല നേതാവിനെ സൃഷ്ടിച്ചിട്ട് പിന്മാറേണ്ട സമയം ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ നമുക്കൊരു നേതാവ് വേണ്ടേ സാർ? അതിനാലോചിക്കാവുന്ന ഒരു മരുന്നല്ലേ മുരളീധരൻ? അല്ല, സാറ് പറഞ്ഞതിനോട് എനിക്ക് വിയോജിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സാധ്യതയുണ്ട്. ഇപ്പം മമതാ ബാനർജിയുടെ തൊട്ടടുത്ത ആളായിട്ട് നിന്ന ആളല്ലേ സുവേന്ദു അധികാരി. അതെ, അതിലിപ്പോഴേ പിന്നെ പ്രതിപക്ഷ നേതാവാണ്. മമത മത്സരിക്കുന്നിടത്ത് പോയി മമതയെ തോൽപ്പിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ അത് ബംഗാളാണ്. കേരളത്തിൻ്റെ പ്രത്യേകത, മലയാളിക്കൊരു പ്രത്യേകതയുള്ളത്, മലയാളി ചില കാര്യങ്ങൾ ഓർമ്മയിൽ കുറിച്ച് വെച്ചേക്കും. എപ്പോൾ ചെന്നാലും ഇത് റിപ്പീറ്റ് ചെയ്യും. ഇല്ല, പശു അയവിറക്കുന്ന പോലെ പറയും, ചതിച്ചു പോയവനാണ്. ഇപ്പം തന്നെ മുരളീധരനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പിന്നെ ഡിക്ക് ഉണ്ടാക്കി, അതിൻ്റെ പ്രസിഡൻ്റായി. KPCC ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. NCP ഉണ്ടാക്കി, അതിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ബയോഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേരളീയരെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന, കാരണം നമ്മൾ സാക്ഷരത നേടിയൊരു സമൂഹമാണ്. മുരളീധരനെക്കുറിച്ചൊരു കാര്യം സാർ പറയുമ്പോൾ ഇത്തരം വിമർശനങ്ങളെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. പക്ഷേ ആസ് എ ലീഡർ അങ്ങ് പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് 100% യോജിപ്പാണ്. അദ്ദേഹം വന്നാൽ BJPക്ക് ഒരു മുതൽക്കൂട്ടാണ്. പക്ഷേ ഒപ്പം ഞാൻ ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം, മുരളീധരൻ ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്ത് BJPയിലെ നേതാക്കന്മാർ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കും. അപ്പോൾ അവരുടെ എതിർപ്പിനെ മറികടന്ന് കേന്ദ്രത്തിൽ നിന്ന് ശക്തമായൊരു തീരുമാനമെടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം KPCC BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അത് കൊണ്ടടക്കം ശേഷി ശേമുഷിയുള്ള ആൾ തന്നെയാണ്, കൊണ്ടടക്കം വരും. പക്ഷേ അതിനുള്ളൊരു സാധ്യത കുറവാണ്. കൂട്ടത്തിൽ ലീഡർഷിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾ പത്മജയും മുരളിയും തമ്മിൽ BJPക്ക് പ്രയോജനം ചെയ്യുന്നത് തീർച്ചയായിട്ടും മുരളിയാണ്. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽ അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സാറേ ഞാൻ ചോദിക്കട്ടെ, K. കരുണാകരനെ അടിക്കും വെട്ടുമെന്ന് പറഞ്ഞ് നിന്ന ME രാഘവൻ ഇപ്പുറത്ത് വന്നപ്പം എന്ത് പറ്റി? ആദ്യമൊക്കെ ചിലരൊക്കെ പറഞ്ഞു അത് ശരിയാകുമെന്ന്. പക്ഷേ കരുണാകരൻ പറഞ്ഞു ഇല്ലില്ല, ഇതൊക്കെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കോൺഗ്രസ് ആക്കി, അത്രയും കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വസിദ്ധമായ ശൈലിയാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി BJPക്ക് ഉണ്ടാകുമോ എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ എനിക്ക് സംശയമാണ്. ഇപ്പോഴത്തെ ചില നേതാക്കൾക്ക് തന്നെ ഉണ്ടാകുമെന്ന് സംശയമാണ്. കേന്ദ്ര നേതൃത്വത്തിന് ആ ഫ്ലെക്സിബിലിറ്റി കിട്ടും. കേന്ദ്ര നേതൃത്വം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പിടിമുറുക്കും സാർ. കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി ഇന്നത്തെ ഈ സെറ്റപ്പിൽ ഈ പാർട്ടി പോകാൻ പറ്റില്ല, ഈ പാർട്ടിക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറും ഒരു നോട്ട് കൊടുക്കും ഇലക്ഷൻ കഴിയുമ്പോൾ, ഇതിൻ്റെ റിസൾട്ടൊക്കെ വെച്ചിട്ട് ഒരു നോട്ട് കൊടുക്കും. ആ നോട്ടിൽ ചില മാറ്റങ്ങൾക്ക് അദ്ദേഹം സജസ്റ്റ് ചെയ്യും. അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും അമിത്ഷായും നദ്ദയും നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റും എല്ലാം അത് നബിൻ എല്ലാം അത് വളരെ കൂലങ്കഷമായി പരിശോധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ കേരളത്തിൽ BJPയുടെ ഭാവി ഇരുളടങ്ങുന്നതായിരിക്കും സാർ. കേരളത്തിലെ BJPയുടെ ഭാവി നന്നാകണമെങ്കിൽ കൃത്യമായി ജനകീയനായ ഒരു നേതാവ് വരണം. ഒപ്പം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയുന്നവനായിരിക്കണം. ഒപ്പം ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിരിക്കണം. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന, ജനങ്ങളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന. സാർ കേരളത്തിലെ പ്രമുഖരായ മാരാർജിയുടെ ഞാൻ പറഞ്ഞത് KG മാരാർ സംഘാടകനാണ്, പ്രാസംഗികനാണ്, ലളിതമായി ജീവിതം നയിക്കുന്നയാളാണ്, ജനങ്ങളോട് സൗമ്യമായി പെരുമാറുന്നയാളാണ്. പക്ഷേ എതിരാളികളോട് കടുകിട വിട്ടുകൊടുക്കാത്ത ഒരു പോരാളിയുമായിരുന്നു. ആ ഒരു മാരാർജിയെയാണ് കേരളം മാരാർജി ഭവനിൽ ഇനി സ്വപ്നം കാണുന്നത്. അത്തരം ഒരു KG മാരാരെ പോലെ ഒരു സമർപ്പിത ജീവിതം പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന ത്യാഗിയായ ഒരു നേതാവിനെ BJPക്ക് കിട്ടുമെന്ന് ശരിക്കറിഞ്ഞൂടാ. കിട്ടിയാൽ BJPക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരില്ല. തീർച്ചയായിട്ടും അവർക്കത് പിന്നെ കേരളത്തിൽ സാർ BJPക്ക് വലിയ സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും കാണാതെ പോകുന്നു എന്നുള്ളതാണ് BJPക്കുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സഭകളും മുസ്ലിം ലീഗും അവരുടെ ആശയങ്ങളുമായി ഒളിഞ്ഞും തെളിഞ്ഞും മുന്നോട്ട് പോകുന്നിടത്തോളം കാലം BJPക്കുള്ള സ്പേസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഇടതുപക്ഷത്തിനുള്ള സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. സാർ ഇതിൻ്റെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ FCRA കൊണ്ടുവന്നു. അത് BJPക്ക് ഗുണകരമാണ്. ഇച്ഛാശക്തിയോടുകൂടി BJP നിൽക്കണം. അത് സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുദിനം മതമേലധ്യക്ഷന്മാരുടെ വിലപേശൽ ശക്തി കുറയുകയാണ്, അവർ ദുർബലരാകണം. അതിൻ്റെ ലക്ഷണമാണ് PC തോമസ് അയാൾ എന്നാണ് പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ കുറിച്ച് അയാൾ. അല്ല സാർ, ഇതിനകത്ത് ഇപ്പം BJPയുടെ ഒരു ലോബി ഈ ക്രിസ്ത്യൻ സഭയിലും ഉണ്ടായിരിക്കുന്നു. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതാണ് ഇത്രയും ധൈര്യത്തോടെ PC ജോർജിന് ഇത് പറയാൻ കഴിഞ്ഞത്. കാരണം അവരൊരു ടീം ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു. 8 നേതാക്കൾ മാത്രമല്ല, PC ജോർജ്, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, അനിൽ ആൻ്റണി, പിന്നെ 2020 സാബു, ഇങ്ങനെ ഉള്ളവർ കവിഞ്ഞ്, അല്ലെങ്കിൽ ജോർജ് കുര്യൻ, ഇതൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ കണ്ണന്താനമൊക്കെ കഴിഞ്ഞ് അതിനേക്കാൾ ഉപരിയായി ഒരു 2ാം നിരയെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സാർ. അത് നമ്മൾ കാണാതെ പോരുത്. ആ 2ാം നിര വളർന്നു വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് BJPയിൽ പിന്നെ ശക്തമായൊരു ക്രിസ്ത്യൻ ടീമും കൂടെ ഒപ്പം വളരുന്നുണ്ട്. അത്
നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല സർ. അതിൽ സാറ് പറഞ്ഞിട്ട് 100% യോജിപ്പാണ്. കാരണം മതമേലധ്യക്ഷന്മാരുടെ അജണ്ട അവരാഗ്രഹിക്കുന്നത് സോണിയാഗാന്ധി ഇന്ത്യ ഭരിക്കണം. കാരണം അവരുടെ മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ മതമൗലികവാദിയായ സോണിയാഗാന്ധിയും നെഹ്റു കുടുംബം അവിടെ ഇരിക്കണം. അവർക്ക് ക്രിസ്ത്യൻ താല്പര്യത്തിനപ്പുറത്ത് വരെ താല്പര്യം അത് വളരെ വ്യക്തമാണ്. പക്ഷേ BJP വളരെ സൗമനസ്യത്തോടു കൂടിയാണ് ക്രൈസ്തവ സഭകളോട് പെരുമാറിയിട്ടുള്ളത്. 2014 അൽഫോൺസ് കണ്ണന്താനത്തിനെ മന്ത്രിയാക്കിയില്ല സാർ, അവരെ അദ്ദേഹത്തിനെ ജയിപ്പിച്ചില്ല. രണ്ടാമത് വന്നു, ഇപ്പം ജോർജ് കുര്യനെ മന്ത്രിയാക്കിയില്ലേ. മറ്റാളുകളൊന്നും അയോഗ്യരല്ല, അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പിന്നെ മന്ത്രിയാക്കിയില്ലേ. ഈ തെരഞ്ഞെടുപ്പിലും മതമേലധ്യക്ഷന്മാരുടെ നിലപാട് അതാണ്. ഇനിയും സാറ് സംശയിക്കേണ്ട കാര്യമില്ല, മതമേലധ്യക്ഷന്മാർ വളരെ നിശിതമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ഉദാഹരണത്തിന് ഇങ്ങനെയാണ് സാർ മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്തിരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് അവരുടെ ഒരു വോട്ട് പിന്നെ ക്രിസ്ത്യാനിയുടെ ഒരു ക്രിസ്തുമത വിശ്വാസിയുടെ ഒരു വോട്ട് അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ പോകാതിരിക്കാനായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾ പടപൊരുതിയിരുന്നു. അതിന് കമ്മ്യൂണിസ്റ്റുകാരെന്താ ചെയ്തത്? കമ്മ്യൂണിസ്റ്റുകാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. ഏതെങ്കിലും അച്ഛൻ അവിടെ കുർബാനയ്ക്ക് ശേഷം ഇടയലേഖനം വായിക്കുമ്പം മാർക്സിസ്റ്റുകാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ എണീറ്റ് നിന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനി, അതായത് അരിവാൾ ചുറ്റി നക്ഷത്രം മനസ്സിൽ പേറുന്ന ഒരു ക്രിസ്ത്യാനി കുരിശ് വരച്ചുകൊണ്ട് നിന്ന് മറുപടി പറയുമായിരുന്നു. ഇതാണ് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് പിന്നീട് ഇടതുപക്ഷത്തോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാകാനുള്ള കാരണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് PC ജോർജ് ഇപ്പം ഈ ഒരു തന്ത്രവും കൂടെ എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് സപ്ലിമെൻ്റ് ചെയ്തോട്ടെ സാർ. അതിനകത്ത് പിണറായി വിജയനല്ലേ പറഞ്ഞത് നികൃഷ്ടജീവിയാണ് ആരാ? താമരശ്ശേരി ബിഷപ്പ്. അതെ, അവർക്കൊരു സങ്കടവും തോന്നുന്നില്ലല്ലോ, എന്തെങ്കിലും ദുഃഖം തോന്നുന്നുണ്ട്. ഇവിടെ സാർ അന്ന് കാണുന്ന, അതായത് ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിന്നെ സംഘടിതരല്ല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ. ഇവിടെ ഇപ്പോൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കുറിച്ച് സംസാരിക്കാനായി PC ജോർജ് മുന്നോട്ട് വന്നാൽ വസ്തു ഇടപാടിൽ തിരിമറി കാണിച്ച ബിഷപ്പുമാരുണ്ട്. കൊലപാതക കേസിൽ പ്രതിയായ ഒരു മതമേലധ്യക്ഷനേക്കാൾ ബലാത്സംഗ കേസിൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇത് സാർ ഒരു ഫ്രാങ്കോ അല്ല, ഒരുപാട് ഫ്രാങ്കോമാർ ബലാത്സംഗ കേസിൽ പ്രതികളാണ്. പക്ഷേ അത് പ്രതിയായിട്ട് വെളി വരുന്നില്ല. അല്ല, ഇപ്പോൾ FCRA വന്നാൽ ഇവരവരുടെ ബന്ധുക്കൾക്കും അവരുടെ പേരിലും അവർ സമ്പാദിച്ച സ്വത്തുക്കളും മാത്രം ചർച്ച ചെയ്താൽ മതി. ഈ സഭയിൽ വലിയൊരു കലാപത്തിന് തുടക്കം കുറിക്കും. എന്തായാലും ശരി, ഈ ഒരു FCRAയുമായി ബന്ധപ്പെട്ട ഈ വിവാദവും ഇത്തരം കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റത്തിലേക്ക് വഴിതെളിക്കും. പിന്നെ നമ്മൾ ചർച്ച തുടങ്ങിയ കാര്യം നമ്മൾ അവസാനിപ്പിക്കണം. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളത്തെ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്നും അണികൾ CPMൽ നിന്നുമായിരിക്കും ഉണ്ടാകുന്നത്. അതായിരിക്കും കേരളത്തിലുണ്ടാകുന്ന മൗലികമായ മാറ്റം. ഒരുപക്ഷെ അത് അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് സത്യമാണ്. കാരണം എന്താ പറയുക, അതാണ് വളരെ യാഥാർത്ഥ്യമായ കാര്യം. കാരണം നമുക്ക് പിന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ കാശ്മീരിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ ഉള്ളവനെ വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺഗ്രസ് നേതാക്കളും വരിക, CPMൻ്റെ അണികളും വരിക എന്ന് പറഞ്ഞു. കാരണം CPMൽ നേതാവില്ല, ഒറ്റ നേതാവേ കാണുള്ളൂ. ആ നേതാവിന് ഇങ്ങോട്ട് വരാൻ താല്പര്യവും കാണും. ബാക്കിയെല്ലാം അണികളാണ്. സാർ നോക്കിയാൽ അറിയാമല്ലോ, പാർട്ടി സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അണികളാണ്. ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി അല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ആൾ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. മറ്റേ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിപ്ലൈക്കാണ്. അപ്പോൾ യഥാർത്ഥ പാർട്ടി സെക്രട്ടറി മാത്രമേ പാർട്ടിയിലുള്ളൂ, ബാക്കിയെല്ലാം അണികളാണ്. അപ്പോൾ അണികളെ ഇങ്ങോട്ട് വിളിക്കുക. നേതാക്കൾ കുറച്ച് പേര് കോൺഗ്രസ്സിലുണ്ട്. കാരണം അവർ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതിയാണ് ഈ നേതാവാകുന്നത്. അല്ലാതെ കോൺഗ്രസ്സിൽ ബേസ് വെച്ചിട്ടൊന്നുമല്ല നേതാകുന്നത്. അപ്പോൾ സുധാകരൻ മുതൽ മുരളീധരൻ വരെ തെക്ക് നിന്ന് വടക്ക് വരെയുള്ള പലരും നാളെ സാറ് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ നേതാവായിട്ട് BJPയുടെ നേതാവായിട്ട് കോൺഗ്രസിൽ നിന്ന് വരാം. അതുപോലെ അണികൾ ധാരാളം വരാം. തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ച പോലെ കരുണാകരൻ്റെ മകനും മകളും വന്നു, ആൻ്റണിയുടെ മകൻ വന്നു. എന്തായാലും കോൺഗ്രസ്സുകാർ BJPയിലേക്ക് മാറാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ BJPക്കാർക്ക് വേണ്ടാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ആൻ്റണിയും വരും. ആൻ്റണിയുടെ മകനല്ല, ആൻ്റണിയും വരും. സാറിനറിയാം, 1980 ഇന്ദിരാഗാന്ധിയെ തള്ളി പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ പോയ ആളാണ് AK ആൻ്റണി. ആ AK ആൻ്റണിക്ക് ഇന്ന് ഈ കൊച്ചു പിള്ളേരെ തള്ളി പറഞ്ഞുകൊണ്ട് BJP ചേരുന്നതിന് എന്താ വിഷമം സാറേ? ഒരു വിഷമവും ഇല്ല. പക്ഷേ BJPക്കാർക്ക് ഇപ്പോൾ വേണ്ട, വയസ്സുമൊക്കെ ആയി, ഇനി അതങ്ങനെ ചെറുക്കനെ കിട്ടിയാൽ ആ ലേബൽ അത് മതി. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബലം പിടിച്ചാൽ ആൻ്റണിക്ക് പോലും സാർ. ശരി, എന്തായാലും നോക്കാതിരിക്കാം സാർ. ശരി, ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.